ഉണ്ണി സാർ പറഞ്ഞതുപോലെ വെറും 1 മിനിറ്റ് താഴെ പരിഭാഷയടക്കം ജനങ്ങളത് മനസ്സിലാക്കിയെടുത്ത സമയം കൂടി കണക്കാക്കി കഴിഞ്ഞാൽ 10 സെക്കൻഡ് പറയുന്നു, 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് പരിഭാഷ, അതിനുശേഷം ആളുകൾക്ക് അത് ഗ്രഹിക്കാനുള്ള ഒരു സമയം. എല്ലാം നോക്കിയാലും 1 മിനിറ്റ് മതി ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. അതിനെ പ്രധാന തലക്കെട്ടാക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സ്കീമുകളെ കുറിച്ചല്ല മന്ത്രിമാർ പ്രതികരിക്കുന്നത്. അവിടെയാണ് പൊള്ളത്തരം കിടക്കുന്നത്. ഈ കോഴിയെ കട്ടവന്റെ തലയിൽ പപ്പുണ്ടെന്ന് പറയുമ്പോൾ തപ്പി നോക്കുന്നത് പോലെ തന്നെയാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഇതിലാണ് പ്രതികരിക്കുന്നത്. അല്ലാതെ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പായില്ല, ഇന്ന കാര്യങ്ങൾ നടപ്പായില്ല. സാർ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ ഉജ്ജ്വൽ യോജന പദ്ധതിയെ കുറിച്ചൊക്കെ. അപ്പോൾ ഓരോ പദ്ധതിയും എടുത്തിട്ട് കേരളത്തിൽ എന്ത് നടപ്പായി എന്ത് നടപ്പായില്ല എന്ന് പറഞ്ഞ് ആക്രമിക്കേണ്ട മന്ത്രിമാരടക്കമുള്ളവർ വന്നിട്ട് പറയുന്നത് സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഏത് വിഷയമാണ് ഉന്നയിക്കേണ്ടത്, ആരത് ഏറ്റെടുക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പ്രധാനമന്ത്രി അത് ഇട്ട് നോക്കിയതാണ്. ഒറ്റ വരി മതി, അതിൽ കയറിപ്പിടിച്ചു. ബാക്കി എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിരുന്നു ആ 41 മിനിറ്റ് പ്രസംഗത്തിൽ പറയാൻ കഴിയാവുന്ന മറ്റു വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ പദ്ധതികളെ കുറിച്ചല്ലല്ലോ പറയേണ്ടത്, രാഷ്ട്രീയമായ ആരോപണം അല്ല. പദ്ധതി ഇല്ല എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു വിഷയത്തിൽ ആരുടെ ഓഫീസിലാണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവിക പ്രതികരണം. എന്നാൽ പോലും ഞാനതൊരു ആശയദാരിദ്ര്യമായിട്ടാണ് കാണുന്നത് അക്കാര്യത്തിലുള്ള പ്രതികരണം എന്ന് പറയുന്നത്. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി, എന്ത് ഗ്യാരണ്ടി? അതാണിന്നിപ്പോൾ കെ രാജൻ ചോദിച്ചത്. ഇവിടെ നമുക്ക് കിട്ടാനുള്ള വിഹിതത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നമുക്ക് തരാതെ പോയിട്ടുള്ള നിരവധി പദ്ധതികളെക്കുറിച്ച് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ടോ? ഈ ഗ്യാരണ്ടികൾ ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. അതല്ലാതെ ഏതോ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കിയ ഏതോ ചില കാര്യങ്ങൾ എന്ന നിലയിലുള്ള ചില ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത് പുച്ഛത്തോടു കൂടിയല്ലേ കാണുള്ളൂ. കേരളം ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ടിരിക്കും, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾ പിന്നെ ഭയങ്കര വികസനമാണല്ലോ, ഭയങ്കര വികസനമാണല്ലോ. അല്ല, തരുന്നില്ല എന്ന് സമ്മതിക്കുകയാണ് സുജിയ. അല്ല, കേന്ദ്രം തരേണ്ട കാര്യങ്ങൾ കൃത്യമായ 25 ഹെഡുകളിൽ കേരളമാണ് മുന്നിൽ എന്ന് വിലയിരുത്തിയിട്ടുള്ളത് ഈ സർക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളോ അല്ല. അത് പ്ലാനിംഗ് കമ്മീഷന് പകരം കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മീഷനാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, 25 ഹെഡുകളിൽ വെറുതെ അല്ല. തമാശയും പിള്ളേരുകളെ അല്ല ഇവിടെ നടക്കുന്നത് എന്ന് പോയി പറയണം. Meet the editors.